കോഴിക്കോട്ട് യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസിനൊപ്പം SFIക്കാരും യുവമോർച്ച പ്രവർത്തകരെ ആക്രമിക്കുന്ന കാഴ്ച അല്പസമയം മുമ്പ് കണ്ടു. അതിൽ പ്രതിഷേധിച്ച് BJP മാർച്ച് നടത്തുകയായിരുന്നു. ആ മാർച്ചിൽ സംഘർഷമുണ്ടാക്കാൻ പോലീസിന്റെ ശ്രമം നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് നിലപാട് സ്വീകരിക്കണമെന്ന് നല്ലവണ്ണം അറിയാവുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ബഹുമാനപ്പെട്ട ACPയോടും CIയോടും ജാമ്യമില്ലാ വകുപ്പിൽ ചേർത്തുകൊണ്ട് ഇന്ന് തന്നെ അവർ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കോഴിക്കോട് കണ്ടിട്ടില്ലാത്ത പ്രതിഷേധങ്ങൾ എല്ലാ നിലയിലും കോഴിക്കോട് ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം. നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം കോഴിക്കോട്ട് നടത്തിയിരുന്നു. വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഇതിനിടെ പോലീസ് യുവമോർച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ SFIക്കാർ ഈ പരിസരത്തിലേക്ക് വന്ന് യുവമോർച്ച പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി, മർദ്ദിക്കുന്ന സ്ഥിതിയുണ്ടായി. ആ ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിനെതിരെയാണ് BJP മാർച്ച് സംഘടിപ്പിച്ചത്. വളരെ കൃത്യമായ മുന്നറിയിപ്പാണ് BJP നേതാക്കൾ പോലീസിനടക്കം നൽകുന്നത്. യുവമോർച്ച പ്രവർത്തകരെ ആക്രമിച്ച SFIക്കാർക്കെതിരെ നടപടിയെടുക്കണം, കേസെടുക്കണം എന്നാണ് BJPയുടെ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, വലിയ സംഘർഷത്തിനാണ് കോഴിക്കോട് സാക്ഷ്യം വഹിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ യുവമോർച്ച കരിങ്കൊടി പ്രതിഷേധവുമായി എത്തി. ഈ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയ യുവമോർച്ച പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പോലീസിനൊപ്പം SFIക്കാരും അണിനിരന്നു എന്നതാണ് കാണേണ്ട കാഴ്ച. ഇതിനെതിരെ BJP വലിയ പ്രതിഷേധം നടത്തി. ഇവിടെയും അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായി. ദിസ്ന, വിവരങ്ങൾ. തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് BJP തുടക്കം കുറിച്ചിരിക്കുന്നത്. അതായത് ഈ കിഡ്സ് ആൻഡ് കോർണറിലാണ് BJP ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. എന്നാൽ ആ പ്രതിഷേധ പരിപാടിക്ക് അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ, യുവമോർച്ച പ്രവർത്തകരെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത്. അതിൽ 5 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ 5 പേർ ബീച്ച് ആശുപത്രിയിൽ നിന്നും ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ SFI പ്രവർത്തകർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവുമായി ഇപ്പോൾ ഈ തളി ക്ഷേത്ര പരിസരത്ത് ഇവർ ഒത്തുചേർന്നത്. പ്രത്യേകിച്ച് ഇവർ എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടതാണ്. ഈ DYFI പ്രവർത്തകർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു പോലീസ് എന്നൊരു ആക്ഷേപം തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. പ്രധാനമായും എടുത്തു പറയേണ്ടത്, ആ സമയത്ത് BJP പ്രവർത്തകർ, അതായത് ഈ യുവമോർച്ച ഉൾപ്പെടെയുള്ള പ്രവർത്തകർ, അവർ ആ തളി പരിസരത്തുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. പക്ഷെ അവർ അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്കല്ല കടന്നത്. അതിൽ ഒരാൾ മാത്രമാണ് ഇത്തരത്തിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പിന്നീട് ഈ യുവമോർച്ച പ്രവർത്തകരെ ഒക്കെ തന്നെയും തിരഞ്ഞുപിടിച്ച ഈ SFIയുടെ നേതൃത്വത്തിലുള്ള യുവാക്കൾ ആക്രമിക്കുകയായിരുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇവരെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഈ ആക്രമിച്ച ആളുകളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ഈ പരിക്കേറ്റ ABV യുവമോർച്ച പ്രവർത്തകർ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പ്രവർത്തകർ തളി ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ പ്രകടനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കൃത്യമായ നടപടി എടുത്തില്ല എങ്കിൽ ജനകീയമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് നിലിമ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ജൂബിലി ഹാളിന്റെ സമീപത്ത് മന്ത്രിയുടെ പരിപാടി ഉണ്ടായിരുന്നു അല്പസമയം മുൻപ്. മന്ത്രി ഇവിടെ നിന്ന് പോയിട്ട് കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ മന്ത്രിക്കൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹവും സുരക്ഷയും ഒരുക്കുമ്പോൾ ഈ സാധാരണക്കാരായ യുവമോർച്ച പ്രവർത്തകരെ DYFIക്ക് മുന്നിൽ അല്ലെങ്കിൽ ഈ SFIക്ക് മുന്നിൽ ഇട്ടുകൊടുക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് സിറ്റി ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണമെന്ന് തന്നെയാണ് BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിഷേധ പ്രകടനങ്ങൾ, അതായത് ഈ SFI പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പ്രതിഷേധ പ്രകടനവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് BJP ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നടന്നത്. മന്ത്രി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ച് വലിയ രീതിയിൽ ഇപ്പോൾ ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് നമ്മോടൊപ്പം ചേരുകയാണ്. ഈശ്വരപ്രസാദ്, കോഴിക്കോട് നടന്ന സംഭവങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അവിടെ യുവമോർച്ച കരിങ്കൊടി പ്രതിഷേധത്തിന് ഇറങ്ങി. അവിടേക്ക് പോലീസിനൊപ്പം ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും ഗുണ്ടകൾ ചേർന്ന് യുവമോർച്ച പ്രവർത്തകരെ ആക്രമിക്കുന്ന
ദൃശ്യങ്ങളാണ് വന്നത്. അത്തരത്തിൽ വലിയ ആക്രമണം യുവമോർച്ച പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നു. എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? തീർത്തും നമ്മൾ ഭയക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇവിടെ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു വച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇതേപോലെ തന്നെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പോയാലും ഇങ്ങനെയാണ് ഗവൺമെന്റും ഡിവൈഎഫ്ഐക്കാരൊക്കെ പെരുമാറുന്നത്. ഇതേ രീതിയിൽ പെരുമാറിയാൽ അതേ നാണയത്തിന് തിരിച്ചടിക്കേണ്ടി വരും. ഇന്നലെ ABVP പ്രതിഷേധവുമായിട്ട് വഴുതക്കാട് വിദ്യാഭ്യാസ മന്ത്രി തടഞ്ഞ സമയത്ത് അതിനുശേഷം കള്ളം പറഞ്ഞുകൊണ്ടാണ് ആ സമരത്തെ അയാൾ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ദേശീയപതാക കീറി എന്നൊക്കെ കള്ളം പറഞ്ഞുകൊണ്ട് പച്ച കള്ളമാണ് ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ SFIക്കാർ വരികയും അവിടെ നമ്മളെ അറസ്റ്റ് ചെയ്ത ABVP പ്രവർത്തകരെ SFIനെ വെച്ച് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇന്ന് കരിങ്കൊടി കാണിക്കുന്ന ആൾക്കാരെയും ഇങ്ങനെ ചെയ്യുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും സമരം ഉണ്ടാവാതിരിക്കില്ല. ശക്തമായ സമരം ശിവൻകുട്ടിക്കെതിരെ ഉണ്ടാകും. ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് DYFI CPM പോലെയുള്ള ഗുണ്ടകളെ ഇറക്കാനാണ് തീരുമാനമെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കേണ്ടി വരും. കാരണം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന സമയത്ത് കള്ളം പറഞ്ഞുകൊണ്ടും ഗുണ്ടായുസം കൊണ്ടും അതിന് നേരിടാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, നമുക്ക് പോലീസും അതിനു വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു സാഹചര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധമോ നിർത്തിവെക്കാനൊന്നും ഒരു സംഘടനയും തീരുമാനിക്കില്ല. ശക്തമായ പ്രതിഷേധവുമായിട്ട് ABVP മുന്നോട്ട് പോകും. ഇത്തരത്തിൽ ആക്രമിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ വലിയ സമരങ്ങൾക്ക് ABVPക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്ന് ശിവൻകുട്ടി മനസ്സിലാക്കണം എന്നാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയോട് ABVPക്ക് പറയാനുള്ളത്. ഈശ്വരപ്രസാദ്, ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി വലിയ ആരോപണം ABVPക്കെതിരെ ഉന്നയിച്ചു. ദേശീയ പതാക വലിച്ചു കീറി. അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ അവരുടെ ഈ രാജ്യത്തോടുള്ള ആദരവ്, ദേശീയ പതാകയോടുള്ള ആദരവ് എന്നൊക്കെയാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അത് പൂർണ്ണമായും നിരാകരിക്കുന്ന ദൃശ്യങ്ങൾ ജനം TV തന്നെ പുറത്തുവിട്ടു. മന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നത് എന്നുള്ള തരത്തിൽ വളരെ കൃത്യമായ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുന്ന സാഹചര്യമുണ്ടായി. ഇന്നും കോഴിക്കോടെത്തിയ വിദ്യാഭ്യാസ മന്ത്രി ABVPക്കെതിരെ ഇതേ ആരോപണം തന്നെ ഉന്നയിക്കുകയാണ്. ABVP ദേശീയ പതാക കീറിക്കളഞ്ഞു എന്ന ആരോപണം ഈ നാടുനീളെ പറഞ്ഞ് ഈ കള്ളം പ്രചരിപ്പിക്കുന്നതിനെതിരെ എന്താണ് ABVP ചെയ്യാൻ പോകുന്നത്? ഒന്ന്, ഇത് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. നമുക്കറിയാം, ദൃശ്യങ്ങളെല്ലാം വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും. ഇന്നലെ ABVP സമരത്തിന്റെ ദൃശ്യങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ്. ആ സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചതാണ്. ആ പതാകയ്ക്ക് ഒരു കേടും വന്നിട്ടില്ല. മാത്രമല്ല, ഇന്ന് വീണ്ടും അദ്ദേഹം അത് ആവർത്തിക്കുകയാണ്. ഇത് തീർത്തും അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആടിനെ പട്ടിയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് അതിനെ സ്ഥാപിക്കാൻ വേണ്ടി നോക്കണ്ട. കൃത്യമായ വീഡിയോസ്, അതിന്റെ വിഷ്വൽസ് എല്ലാ ചാനലുകളുടെയിലും കൊണ്ട് ഇന്നലെ നിങ്ങളത് പുറത്തു വിട്ടതാണ്. നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. അത് ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം കള്ളം പറഞ്ഞതുകൊണ്ട് ഈ സമരത്തെ ഒതുക്കാൻ വേണ്ടി സാധിക്കില്ല. കൃത്യമായ നടപടിയുമായിട്ട് ABVP മുന്നോട്ട് പോകും. അദ്ദേഹം ഇങ്ങനെ കള്ളം പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സമരത്തെ ഒതുക്കി തീർക്കാമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ PR ഏജൻസികളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ വിഷ്വൽസ് ഒക്കെ കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കള്ളം പറഞ്ഞുകൊണ്ടോ ഒന്നും കാര്യമില്ല. കാരണം ABVP ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ്. ദേശീയ പതാകയ്ക്ക് വേണ്ടിയിട്ട് ഏക് ഗാവ് ഏക് തിരങ്ക എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷം വലിയ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള സംഘടനയാണ്. ദേശീയ പതാക കാശ്മീരിൽ ഉയർത്താൻ വേണ്ടിയിട്ട് അവിടേക്ക് ചലോ കാശ്മീർ എന്ന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയ സംഘടനയാണ്. അപ്പൊ ഇതൊക്കെ പൊതുജനങ്ങൾക്കും ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ ഇടയിൽ വന്നിട്ട് ഈ കള്ളം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. കൃത്യമായ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യണം. അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും. ഇതേപോലെ കള്ളം പറയാനാണ് തീരുമാനമെങ്കിൽ ആ കള്ളത്തെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളും ABVPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. വളരെയധികം നന്ദി ശ്രീ ഈശ്വരപ്രസാദ് ഈ ഘട്ടത്തിൽ ജനം TVയോട് പ്രതികരിച്ചതിന്. ദിസ്നയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ദിസ്ന, ഇന്നും വിദ്യാഭ്യാസ മന്ത്രി കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പച്ചക്കള്ളം ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ABVPക്കെതിരെ ഇന്നലെ ഉന്നയിച്ച അതേ ആരോപണം തന്നെ മന്ത്രി ഉന്നയിക്കുകയാണ്. ഒരു തെളിവുമില്ല ഇക്കാര്യത്തിൽ എന്ന് വളരെ കൃത്യമായി ജനം TV വാർത്തയടക്കം പുറത്തുവിട്ടതാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്?
തീർച്ചയായും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആ കള്ളം തന്നെ ആവർത്തിച്ചു പറയുന്നു എന്നതാണ് വാസ്തവം. എവിടെ വെച്ചാണ് ഇത്തരത്തിൽ ABVP ദേശീയ പതാകയെ അല്ലെങ്കിൽ അധിക്ഷേപിച്ച അത്തരത്തിൽ ദേശീയ പതാക നശിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ശിവൻകുട്ടി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് കൃത്യമായ സ്ഥലത്ത് വെച്ച് ഇത്തരത്തിൽ ABVP കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പ്രതിഷേധത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമമാണ് അഴിച്ചുവിട്ടത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് ഇത്തരത്തിൽ ABVPയുടെ പ്രതിഷേധം കണ്ട് ഭയക്കുന്നവനല്ല എന്നുള്ള തരത്തിലുള്ള മറുപടി ഒക്കെ തന്നെയുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല വലിയ രീതിയിൽ ഈ ഭാരതാംബ വിഷയത്തിലൊക്കെ തന്നെയും ഈ ഭാരതാംബയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മറുപടി തന്നെയായിരുന്നു ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഈ ശിവൻകുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ABVP അടക്കമുള്ള സംഘടനകൾ തനിക്കെതിരെ പ്രതിഷേധം നടത്തിയാൽ താൻ അത് വലിയ കാര്യമാക്കുന്നില്ല, എന്തുകൊണ്ടാണ് അവർ ദേശീയ പതാകയെ അല്ലെങ്കിൽ ദേശീയ പതാകയെ ബഹുമാനിക്കാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയത് എന്ന കള്ളം വീണ്ടും വീണ്ടും ആവർത്തിക്കുക തന്നെയാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നടന്ന പത്രസമ്മേളനത്തിലും ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് നീലിമ. എന്തായാലും ഈ തളി ക്ഷേത്ര പരിസരത്ത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം തുടരുകയാണ് നിലവിൽ. പ്രധാനമായും നേരത്തെ ഈ ഫ്രറ്റേണിറ്റി പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ വീണ്ടും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. അതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഈ SFI പ്രവർത്തകർ ഫ്രറ്റേണിറ്റി പ്രവർത്തകരല്ല, മറിച്ച് അത് യുവമോർച്ച പ്രവർത്തകരാണെന്ന് കരുതിയാണ് വീണ്ടും ആക്രമിക്കുവാൻ വന്നത് എന്നൊരു കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ യുവമോർച്ച പ്രവർത്തകരെ അല്ലെങ്കിൽ ABVP പ്രവർത്തകരെയൊക്കെ തന്നെയും തിരഞ്ഞു പിടിച്ച് നേരത്തെ പ്രകാശ് ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോലീസിന്റെ ഒത്താശയോടെ തിരഞ്ഞു പിടിച്ച് അതിക്രമിക്കുന്ന ഒരു സംഭവത്തിലേക്ക് തന്നെയാണ് കടന്നിട്ടുള്ളത്. എന്തായാലും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഈ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നീലിമ, ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സംഘർഷത്തിനൊക്കെ അയവ് വന്നോ, പ്രവർത്തകർ പിരിഞ്ഞുപോയോ, എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു അവസ്ഥ? നിലവിൽ പോലീസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലാണ് നിലവിലുള്ളത്. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത് ഈ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണം എന്നൊരു കാര്യം തന്നെയാണ്. ഈ SFI പ്രവർത്തകർ ഒരു കാരണവുമില്ലാതെ, ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായത്. ഈ അതിക്രമത്തിൽ 5 പ്രവർത്തകർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ 5 പ്രവർത്തകരെയും ബീച്ച് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ആശുപത്രി അധികൃതരിൽ നിന്നും വ്യക്തമായിട്ടുള്ളത്. നീലിമ, പ്രധാനമായും ഒരു പ്രകോപനവുമില്ലാതെ 11:30 കൂടിയാണ് ഇത്തരത്തിൽ ഈ കിഡ്സ് ആൻഡ് കോർണറിൽ വെച്ച് ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രത്തിന് തിരി തെളിയിക്കുകയും മന്ത്രി ശിവൻകുട്ടിയുടെ കോലം കത്തിക്കുകയും ചെയ്ത പരിപാടികൾ യുവമോർച്ച അടക്കം തയ്യാറെടുത്തത്. ആ പരിപാടി നടക്കേണ്ട സമയം പോലും ആയിരുന്നില്ല. പക്ഷേ നേരത്തെ പ്രകാശ് ബാബു ചോദിച്ചതുപോലെ തന്നെ ഈ ശിവൻകുട്ടി കോഴിക്കോട് ജില്ലയിൽ വരുന്നുണ്ടെന്ന് കരുതി ABVP യുവമോർച്ച പ്രവർത്തകർക്ക് എന്തുകൊണ്ട് ഈ നഗരത്തിൽ ഇറങ്ങിക്കൂടെ എന്നൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ് വരുന്നത്. അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാവാതെ ഈ SFI പ്രവർത്തകർ എന്തിനാണോ ഇത്തരത്തിലൊരു പ്രതിരോധനത്തിന് വേണ്ടി ഈ തളി ക്ഷേത്ര പരിസരത്ത് എത്തിയത് എന്ന ചോദ്യങ്ങളൊക്കെ തന്നെയും വളരെ വ്യക്തമായി ഇവിടെ ഉയരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ DYFI പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ അതിലുണ്ടായിരുന്നു. ആ പ്രവർത്തകരൊക്കെ തന്നെയും ഈ യുവമോർച്ച കോഴിക്കോട് ഭാരതാംബയെ അവഹേളിച്ച വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ യുവമോർച്ചയുടെ കരിക്കൊടി പ്രതിഷേധമുണ്ടായി. ഇതിനിടെ SFI പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. നേരത്തെ KSU പ്രവർത്തകരും കരിക്കൊടി പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് യുവമോർച്ചയുടെ കരിക്കൊടി പ്രതിഷേധത്തിനിടെ പോലീസുകാർക്കൊപ്പം നിന്നുകൊണ്ട് യുവമോർച്ച പ്രവർത്തകരെ ആക്രമിക്കുകയാണ് DYFIക്കാരും SFIക്കാരും ചേർന്ന് ചെയ്തത്. അതിനെതിരെ കടുത്ത പ്രതിഷേധം കോഴിക്കോട് BJP പ്രവർത്തകർ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിക്കുന്നതടക്കമുള്ള പ്രതിഷേധമാണ്, കടുത്ത പ്രതിഷേധമാണ് കോഴിക്കോടിന്റെ തെരുവുകളിൽ അലയടിച്ചത്.